ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് തരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റഡി റുട്ടീൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. വെൽക്കം ടു എജ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങൾ ഈ റുട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അതിന് മുന്നേ നിങ്ങൾ ആദ്യം ഒരു കാര്യം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയില്ലയോ? നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പഠിച്ചിട്ടുണ്ട്, എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ, പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ മുഴുവൻ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കുക. കഴിയുകയാണെങ്കിൽ വാട്സപ്പിലും സ്റ്റേറ്റസ് ഒക്കെ. കാരണം അവർക്കൊക്കെ ആവശ്യമുള്ളൊരു സംഭവമാണ് എന്ത്, സ്റ്റഡി റുട്ടീൻ. അപ്പോൾ ഒരു സ്റ്റഡി റുട്ടീൻ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു കലണ്ടറാണ്. കലണ്ടർ എന്ന് വെച്ചാൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റ് നിങ്ങൾക്കറിയാം. ഇനി എത്ര ദിവസമാണ് ബാക്കിയുള്ളത് എന്നുള്ളൊരു കലണ്ടർ. ഒരു എക്സാമിന് 50 ഡേയ്സ് പറഞ്ഞു, ഡേയ്സ് അങ്ങോട്ടും കൂടെ മാറും. ഓരോ ദിവസം കഴിയുന്നവർ എന്ത് ചെയ്യും, ഡേയ്സ് മാറും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഠിക്കാനിരിക്കുന്ന സ്റ്റഡി റൂമിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ഇനി 49 ഡേയ്സ് ബാക്കിയുണ്ട്, ഇനി 48 ഡേയ്സ് ബാക്കിയുണ്ട്, ഇനി 47 ഡേയ്സ് ബാക്കിയുണ്ട്. അങ്ങനെ ഒരു കലണ്ടർ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. ഓരോ ദിവസം കഴിയുന്തോറും അതിലൊരു പേജ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് നിങ്ങളൊരു പെൻസിൽ കൊണ്ട് ഒരു പേപ്പറിൽ എഴുതുന്ന കേട്ടോ. ഓരോ ദിവസം കഴിയുന്നതോറും എന്ത് ചെയ്യുക, അതിൽ ദിവസങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദിവസവും ആ കലണ്ടർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത്ര ദിവസം പഠിക്കണം, അപ്പോൾ ഞാൻ പഠിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. നിങ്ങൾ ആദ്യം മൈൻഡിൽ നിങ്ങൾ ഒരു ആഗ്രഹം സെറ്റാക്കണം. എന്താ നിങ്ങളുടെ ആഗ്രഹം? ഐ വാണ്ട് ഫുൾ A+ ഇൻ ക്രിസ്മസ് എക്സാം. കുറച്ച് ക്ലീശ ആയിട്ടുള്ള ഒരു പഴയ പരിപാടിയാണ്. നിങ്ങളൊരു ചാർട്ട് പേപ്പറിൽ എന്ത് ചെയ്യുക, ഇതേപോലെ എഴുതിയിട്ട് നിങ്ങൾ ബെഡിൽ നിന്ന് എണീറ്റാൽ കാണുന്ന സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യുക, അത് ഫിക്സ് ചെയ്യുക. എന്നാൽ ഡെയിലി രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ കാണേണ്ടത് എന്താണ്, ഐ വാണ്ട് ഫുൾ A+ ഇൻ ക്രിസ്മസ് എക്സാം എന്നുള്ളൊരു സംഭവമാണ്. ആ ദിവസവും നിങ്ങൾ കാണുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ പഠിക്കാനുള്ള ഒരു ചിന്ത കൂട്ടുകയും കൂടുതൽ നേരം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തോന്നുകയും നിങ്ങളുടെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊരു ചാർട്ട് പേപ്പറിൽ എന്ത് ചെയ്യുക, ഐ വാണ്ട് ഫുൾ A+ ഇൻ ക്രിസ്മസ് എക്സാം ചെയ്തിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ കാണുന്ന സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് സെറ്റാക്കി വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നോക്കിയിരുന്നാൽ മാത്രം പോരാ, ഇത് വെച്ച് പഠിക്കുകയും വേണം. പിന്നെ ക്രിസ്മസ് എക്സാം മറ്റൊരു പ്രത്യേകത, നിങ്ങളുടെ പബ്ലിക് അല്ലെങ്കിൽ ആനുവൽ എക്സാമിനുള്ള 80% ചാപ്റ്റേഴ്സും എന്തിനുണ്ട്, ക്രിസ്മസ് എക്സാമിനുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 80% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തീർക്കാം. അതൊരു പോസിറ്റീവായിട്ട് കാണാം, ഒരു പോസിറ്റിവിറ്റി ആയിട്ട് കാണാം. അങ്ങനെ 80% ചാപ്റ്റേഴ്സിലെ 80% പാഠങ്ങൾ എനിക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തീർക്കാം. 80% പാഠങ്ങൾ എനിക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തീർക്കാം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രോപ്പറായിട്ട് പഠിക്കുക എന്നുള്ള. നിങ്ങൾ ഡെയിലി രാവിലെ കലണ്ടർ നോക്കുന്നു, ഡെയിലി രാവിലെ എണീക്കുമ്പോൾ ഐ വാണ്ട് ഫുൾ A+ ഇൻ ക്രിസ്മസ് എക്സാം എന്ന് കാണുന്നു. അത് മാത്രം ചെയ്താൽ പോരാ, പ്രോപ്പറായിട്ടൊരു പിന്നെ സ്ലീപ്പ് റുട്ടീൻ, അതായത് 10 to 5:30 ഡെയിലി ഒരു 7.5 hours ഇട്ട് ഇത് ഉറങ്ങിയാൽ മതി. 7 മണിക്കൂറെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങാനായിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ഡെയിലി 7.5 hours ഉറങ്ങിയിട്ട് രാത്രിയും രാവിലെ ചിലപ്പോൾ പഠിക്കാൻ ചിലവർക്ക് പല കാരണങ്ങളും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാത്രി എന്തായാലും പഠിക്കുക. വൈകിട്ട് ഫ്രീ ഉണ്ടെങ്കിൽ വൈകിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ രാത്രിയും രാവിലെയും അല്ലെങ്കിൽ രാത്രിയും വൈകിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാനായിട്ടൊരു സമയം കണ്ടെത്തണം. ആ സമയത്ത് നിങ്ങൾ എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട റുട്ടീൻ. രാത്രി എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. രാവിലെ 5:30 എണീറ്റിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതും എന്താണ്, വളരെ അടിപൊളിയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുമെങ്കിൽ അത് നല്ലതാണ്. ഈ രാവിലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈവനിങ് സമയം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. 2 നേരം പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാൽ അതൊന്ന് എന്ത് ചെയ്യണം, റിവൈസും ചെയ്യണം. അതുപോലെ തന്നെ റീകോളും ചെയ്യണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവൈസ് ചെയ്താൽ മാത്രം പോരാ, ആക്റ്റീവ് റീകോളും കൂടി ചെയ്യണം. ഇനി എന്താണ് ആക്റ്റീവ് റീകോൾ എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ, ഒന്ന് മെസ്സേജ് അയച്ചോ. nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ഞാൻ എന്താണ് ആക്റ്റീവ് റീകോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു തരാം. അപ്പോൾ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ, nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ആക്റ്റീവ് റീകോൾ എന്ന മെസ്സേജ് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ പ്രോപ്പർ റിവിഷനും നിങ്ങൾ നടത്തണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തുകൂടി വേണം, ആക്റ്റീവ് റീകോൾ കൂടി വേണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. നിങ്ങൾ പഠിക്കുന്ന ആർക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലേ. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ A+ വേണം. അതിനുശേഷം നടക്കാൻ പോകുന്ന അവസാനത്തെ എക്സാം നിങ്ങൾക്ക് എന്ത് വേണം, ഫുൾ A+ വേണം. നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ഞാൻ പഠിക്കുന്നത് എനിക്ക് മാർക്ക് കിട്ടാനാണ്. അങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പറയും, ഓ വലിയ പഠിത്തക്കാരൻ, വലിയ പഠിപ്പി, നീ ഭയങ്കരമായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ്, അതൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ആൾക്കാർ എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മളെ കൂടെ നമ്മുടെ മൈൻഡ്, നമ്മുടെ സോള്, നമ്മുടെ ആത്മാവിനാണ് എല്ലാ സമയത്തും ഉണ്ടാവുക. സോ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം, നമ്മൾ എഫേർട്ട് ഇടണം, നമ്മൾ പഠിക്കണം. അപ്പോൾ ഞാൻ പഠിച്ചാലേ എനിക്ക് രക്ഷയുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പറയും, അവിടെ മന്തി കഴിക്കാൻ പോവുക. അപ്പോൾ നീ പറയും, അല്ല എനിക്കിപ്പോൾ പഠിക്കാണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കളിയാക്കിയേക്കാം, ഓ വലിയ പഠിപ്പിച്ച്. അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്. കാരണം ഇപ്പോൾ കളിയാക്കുന്ന ആളുകൾ എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ ഒരു സമയത്ത് വീണ് പോയാൽ, നമ്മളൊരു സമയത്ത് കഷ്ടപ്പെട്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. സോ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റുട്ടീനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ റുട്ടീനായിട്ട് ഫോളോ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ റുട്ടീൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ആ ബുദ്ധിമുട്ട് എന്താണെന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ടൊന്ന് പറയാം. ഇനി ഈ റുട്ടീനിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചാണ്. എഡ്യൂപോഡിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള നോട്ടുകൾ, ക്വസ്റ്റ്യൻസ്, കാര്യങ്ങൾ എല്ലാം കിട്ടും. ക്ലാസ്സും കാണും, റെക്കോർഡായിട്ട് ക്ലാസ്സും ഉണ്ട്, ലൈവായിട്ട് ക്ലാസ്സും ഉണ്ട്. പിന്നെ ക്രിസ്മസ് എക്സാം അതിനുശേഷം നടക്കാൻ പോകുന്ന അവസാനത്തെ എക്സാം നിങ്ങൾക്ക് സെറ്റാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതാണ്. പ്രീ ബൂസ്റ്റർ ബാച്ച് ജോയിൻ ചെയ്യാൻ ഒന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് നമ്മളൊരു ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, പ്രീ ബൂസ്റ്റർ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. പ്രീ ബൂസ്റ്റർ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാം അറിയിക്കട്ടെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അതുകൊണ്ട് എനിക്കൊരു കാര്യം നിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ പഠിക്കണം മക്കളെ, പഠിക്കണം. സോ ഈ സ്റ്റഡി റുട്ടീൻ ഇന്ന് മുതൽ ഫോളോ ചെയ്യുന്ന ഉറപ്പുള്ള ഒരു കമൻറ്റ് ബോക്സ് ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ബുദ്ധിമുട്ടുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ നോൻ്റെ കൂടെ ആ റീസൺ കൂടി എന്ത് ചെയ്യുമെന്ന് ടൈപ്പ് ചെയ്യുക. വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരുപാട് ആളുകൾക്ക് ഒരു സ്റ്റഡി റുട്ടീൻ വേണ്ടവരുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.